നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് തിരുവോണം നാളിൽ ഇന്ന് നമ്മളിവിടെ 5 വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിൽ ആദ്യത്തെ വിഭവമാണ് നമ്മൾ നേന്ത്രക്കായ 4ആയിട്ട് അരിഞ്ഞത് എങ്ങനെ വറുത്ത് ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് നമുക്ക് നോക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് എടുക്കാം. നമുക്ക് ഇവിടെ കായ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5-6 കായോളം നമ്മൾ 4ആയിട്ട് അരിഞ്ഞ് ചെറിയ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കലക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 4ആയിട്ട് അരിഞ്ഞു വെച്ച കായ അതിലേക്ക് നമുക്കിടാം. നമുക്കിട്ടിട്ടൊന്ന് ഇളക്കണം. അത് നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് നമുക്കത് വറുത്തെടുക്കാം. നമുക്ക് ഇനി നമുക്കൊരു കണ്ണാപ്പ ഇട്ടത് ഇളക്കാം. അത് എല്ലാം വിടർത്തി എടുക്കണം. നമുക്ക് പൊട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ വിടർത്തി എടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് എന്തായാലും നമ്മൾ ഈ ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് നമ്മുടെ കായുപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും നല്ലൊരു കായ്പരിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റുള്ള കായ്പരിയാണ്. അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മുടെ ഈ വീഡിയോൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഉപ്പേരി നമ്മുടെ ഒരുമാതിരി നമ്മൾ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉപ്പ് തളിക്കാൻ പോകണം. കുറച്ച് എന്തായാലും ഉപ്പ് തളിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് തളിക്കാം. ചില ആളുകൾ കായയിൽ തന്നെ ഉപ്പ് തിരുമ്മിയെടുത്ത് വെളിച്ചെണ്ണയിലിടും. അതിലും നല്ലത് നമ്മൾ ഈ ഉപ്പ് തളിക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിലും അത് പിടിച്ച് നല്ല രീതിയിൽ ഉപ്പുണ്ടാവും എന്തായാലും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് തളിക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നന്നായിട്ടത് കിലാന്നുള്ള രൂപത്തിൽ നമുക്കാവണം. കറമുറും കടിക്കാൻ ഉള്ള രീതിയിൽ അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് കണ്ണാപ്പ് കൊണ്ട് കോരി നമ്മുടെ അരിപ്പ പാത്രത്തിലേക്ക് ഇടാൻ നമുക്ക് നമ്മുടെ ഉപ്പേരി നമ്മുടെ കണ്ണാപ്പ് കൊണ്ട് കോരി നമ്മുടെ അരിപ്പ പാത്രത്തിലേക്ക് ഇടാണ് നമുക്കത് ഇടാം. കാരണം നമ്മളൊരു എന്താ പറയുക, പേപ്പർ വെച്ചിട്ട് വേണം ഇടാൻ. അപ്പോൾ എണ്ണ മൊത്തം നമ്മുടെ ആ പേപ്പറിലേക്ക് പിടിച്ചും നമുക്ക്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് കോരി ഇടാൻ. നമുക്ക് എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ളൊരു കായുപ്പേരിയാണ് ഇത്. എന്തായാലും കായ നന്നായിട്ട് മൂത്ത കായായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പേരിക്ക്. നാടൻ കായ തന്നെയാണിത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കായക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഭോപ്പാലിൽ നമുക്ക് കേരള സ്റ്റോറിൽ നമുക്ക് 1 കിലോ 120 രൂപയ്ക്കാണ് നമുക്ക് പച്ചക്കായ കിട്ടിയത്. എന്തായാലും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഇതുപോലെ വറുത്ത് നമുക്കെടുക്കാം. എന്തായാലും നമ്മുടെ കായുപ്പേരി ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ തിരുവോണം നാളിൽ സദ്യക്കൊക്കെ വിളമ്പാൻ ഒരു ഉത്തമമായൊരു കായുപ്പേരിയാണിത്. എന്തായാലും ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഈ ഓണത്തിന്. ഇനിയും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും രണ്ടാമത്തെ വിഭവമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. ഏവർക്കും തിരുവോണാശംസകളോടെ